നരേന്ദ്രമോദി നിലവിൽ അമേരിക്കൻ സന്ദർശനത്തിലാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുവാൻ വിമാനം കയറിയ നരേന്ദ്രമോദിയെ കാത്ത് വലിയൊരു അപകടം അങ്ങ് അമേരിക്കയിലും ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഗൗതം അദാനി വിഷയമായിരുന്നു ആ അപകടത്തിന്റെ രൂപത്തിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ പത്രക്കാരിൽ നിന്നും മറ്റ് ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി നടക്കുന്ന പോലെ ആയിരുന്നില്ല അമേരിക്കയിലെ കാര്യങ്ങൾ. മോദിയെ കാത്ത് ആ $1 മില്യൺ ചോദ്യമുണ്ടായിരുന്നു അവിടെ. അദാനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട അഴിമതി ആരോപണങ്ങൾ. എന്നാൽ ചോദ്യത്തിൽ നിന്ന് ഏറെ പണിപ്പെട്ട് മോദി തലയൂരിയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ റഡാറിലേക്കാണ് മോദി പോയി വീണത്. ഗൗതം അദാനിക്കെതിരെയുള്ള US അഴിമതി കുറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് നരേന്ദ്രമോദി വ്യക്തതയില്ലാത്ത മറുപടി നൽകിയതിൽ രൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. ഇന്ത്യയിലായിരിക്കുമ്പോൾ അദാനി വിഷയത്തിൽ മൗനം പാലിക്കുകയും വിദേശ രാജ്യത്ത് വിഷയം വ്യക്തിപരമാണെന്ന് പറയുകയും ചെയ്ത നരേന്ദ്രമോദിയുടെ പരാമർശമാണ് രാഹുൽ ഗാന്ധിയുടെ കലിപ്പിന് ഇടയാക്കിയത്. അദാനിയുടെ അഴിമതിയെ മറച്ചുപിടിക്കാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വന്നത്. രാജ്യത്ത് വെച്ച് അദാനിയെക്കുറിച്ച് ചോദിച്ചാൽ നിശബ്ദനായി നിൽക്കുന്നുവെന്നും വിദേശത്തെത്തുമ്പോൾ അദാനി വിഷയം ചോദിച്ചാൽ അത് വ്യക്തിപരമായ കാര്യമാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് മോദി നിൽക്കുന്നത്. അമേരിക്കയിൽ പോലും അദാനിയുടെ അഴിമതിയെ മറച്ചുപിടിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. സുഹൃത്തിന്റെ പോക്കറ്റ് നിറക്കുമ്പോൾ മോദിക്ക് അത് രാഷ്ട്രീയ നിർമ്മാണമാണ്. എന്നാൽ കൈക്കൂലി വാങ്ങുകയും രാജ്യത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കുകയും ചെയ്യുമ്പോൾ അത് വ്യക്തിപരമായ കാര്യമാകുന്നുവെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഗൗതം അദാനിക്കെതിരെ US സർക്കാർ ഉന്നയിച്ച കോഴാരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് വ്യക്തതയില്ലാത്ത മറുപടിയാണ് മോദി നൽകിയത്. പത്രക്കാരുടെ മുന്നിൽ ഉരുളുന്ന മോദിയെയാണ് നമ്മൾ കണ്ടത്. ട്രംപ് മാധ്യമങ്ങളെ കാണുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലൂടെയാണ് നരേന്ദ്രമോദി കടന്നുപോയത്. പെട്ടുപോയല്ലോ, എങ്ങനെ മുങ്ങുമെന്നൊരു ചിന്തയിലാണ് മോദി അമേരിക്കൻ മാധ്യമങ്ങളെ കണ്ടത്. അദാനി വിഷയം ചോദ്യമായി എത്തുമെന്നറിയാവുന്ന മോദി ചോദ്യത്തിൽ നിന്ന് തെന്നിമാറുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ 2 രാജ്യങ്ങളുടെ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യാറില്ല എന്നുമായിരുന്നു മോദിയുടെ മറുപടി. അദാനിയെക്കുറിച്ചുള്ള അമേരിക്കൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നരേന്ദ്രമോദി പറഞ്ഞ മറുപടി ഏതാണ്ട് ഇങ്ങനെയാണ്: ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ സംസ്കാരവും ചിന്തയും വസുദൈവ കുടുംബകം എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്നതാണ് വസുദൈവ കുടുംബകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അദാനിക്കെതിരായ ആരോപണങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളാണെന്നും ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങൾ 2 രാജ്യങ്ങളിലെ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിൽ ചർച്ച ചെയ്യില്ല. ഇതായിരുന്നു മോദിയുടെ ആ വാക്കുകൾ.